ഇത്രയും മാത്രമേ ഒരു പ്ലാന്റിന് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതും മണ്ണ് മാറ്റിയതിന് ശേഷം ദൂരെ കൂട്ടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഒരു കാരണവശാലും പ്ലാന്റിൻ്റെ അടുത്ത് തണ്ടിലും ഒന്നും തട്ടാതെ ദൂരെ കൂട്ടി നമ്മൾ ഇട്ട് കൊടുക്കണം. എല്ലാത്തിലും നമ്മൾ ആ ഒരളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിങ്ക് കളറിലെ NPK ഉണ്ടല്ലോ, അത് നേരിട്ടിട്ട് കൊടുക്കണ്ട. അത് സ്പ്രെയറിനകത്ത് ഇട്ടിട്ട് അത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് അടിച്ചു കൊടുത്താൽ മതി. ഫെർട്ടിലൈസറായിട്ട് അടിച്ചു കൊടുക്കുന്നതായിരിക്കും അത് ഏറ്റവും നല്ലത്. അതും അതുപോലെ തണ്ടിലും ഇലയിലും മണ്ണിലും എല്ലാം അത് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. DAP ഉണ്ടെങ്കിൽ DAP ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതിൻ്റെ ഓരോ ഘട്ടമായിട്ടുള്ള ഓരോ കെയറിങ്ങും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ളതൊക്കെ അടുത്ത വളം കൊടുക്കുന്നതും ഒക്കെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും.